അതിഷി മർലേനയുടെ നേതൃത്വത്തിലുള്ള പുതിയ AAP സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത മുഖ്യമന്ത്രിയായ അതിഷിയെ കൂടാതെ 5 മന്ത്രിമാരും ഇതോടൊപ്പം അധികാരമേൽക്കും. വൈകിട്ട് 4:30 ഡൽഹി രാജ്നിവാസിലാണ് ചടങ്ങുകൾ. മുകേഷ് അഹ്ലാവത്ത് മന്ത്രിസഭയിലെ പുതുമുഖമാണ്. ഹരിത കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരിത, എങ്ങനെയാണ് മന്ത്രിസഭയുടെ ഒരു ഘടന? ലിബീഷ്, ഒടുവിൽ ഇന്ന് അതിഷി മർലേന ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയാണ്. വൈകിട്ട് 4:30 ഈ ചടങ്ങ് നടത്തുന്നത്. അതേസമയം തന്നെ ഡൽഹിയിലെ രാജ്നിവാസിലാണ് ഈ ചടങ്ങുകൾ ഇന്ന് നടക്കുക. ഈ ക്രമീകരിച്ചിരിക്കുന്നതും അവിടെയാണ്. അതിഷിക്കൊപ്പം മറ്റുള്ള 5 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിഷിയുടെ കൂടെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അറിയാൻ സാധിക്കുന്നു. ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിലായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. വളരെ ലളിതമായിട്ടായിരിക്കും ഈ ചടങ്ങുകളൊക്കെ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ സാധിക്കുന്നത് ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് അതിഷി ഇന്ന് സ്ഥാനമേൽക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ സുഷമ സ്വരാജും ഷീല ദീക്ഷിതും ആയിരുന്നു ഡൽഹിയിലെ മറ്റു വനിതാ മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്നത്. ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന ഒരു പദവി കൂടി ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലൂടെ അതിഷിക്ക് ലഭിക്കുകയാണ്. അതേസമയം തന്നെ അതിഷിയുടെ കൂടെ മറ്റ് 5 മന്ത്രിമാർ കൂടി ഇന്ന് അധികാരമേൽക്കുമെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവരുടെ കൂടെ പറയുകയാണെങ്കിൽ ഗോപാൽ റായ്, കൈലാഷ് ഗെലോട്ട്, സൗരഭ് ഭരദ്വാജ്, ഇമ്രാൻ ഹുസൈൻ എന്നിവരും പുതുമുഖങ്ങളായി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മുകേഷ് അഹ്ലാവത്തുമായിരിക്കും മന്ത്രിമാരാകുക. വളരെ ലളിതമായിരിക്കും ചടങ്ങുകൾ എന്നാണ് അറിയുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് എന്നാണ് ആപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇക്കുറി ഉണ്ടാവില്ലെന്നുമുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കേജ്രിവാൾ സർക്കാരിൽ ഏറ്റവും സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അതിഷിയാണ്. ധനം, വിദ്യാഭ്യാസം, റവന്യൂ, നിയമവകുപ്പുകളെല്ലാം അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഏതൊക്കെ വകുപ്പുകൾ അവർ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഡൽഹി കൽക്കാജി മണ്ഡലത്തിലെ MLA ആണ് സൗരഭ് ഭരദ്വാജ്. രാഘവ് ചന്ദ, ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട്, സുനിത കേജ്രിവാൾ എന്നിവരുടെ പേരുകളാണ് ആദ്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഒടുവിൽ ആം ആദ്മി പാർട്ടിയുടെ MLA മാരുടെ യോഗത്തിൽ അതിഷിയുടെ പേര് കേജ്രിവാളാണ് നിർദ്ദേശിക്കുകയുണ്ടായത്. ഒടുവിൽ അവർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വൈകിട്ട് 4:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ലിബീഷ്. ശരി ഹരിത.